ശ്രീ അനിൽ അക്കര, ഇന്നിപ്പോൾ എ കെ ആന്റണിയുടെ കഴിഞ്ഞ ദിവസത്തെ ആ പ്രസ്താവന കൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയ്ക്കകത്ത് ഉന്നയിക്കുന്നുണ്ടായിരുന്നു. പിണറായി വിജയനും അദ്ദേഹത്തോട് ചോദ്യം ഉന്നയിച്ച സഭാംഗങ്ങളും താങ്കൾ കേൾക്കാൻ ഒരുപക്ഷെ ആയിട്ടുണ്ടാവുകയില്ല. ഈ രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പിൽ RSSനെ എതിർക്കുന്ന കാര്യത്തിൽ CPMന് വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നൊക്കെ ശ്രീ സണ്ണി കബിക്കാട് പറയുന്നത്. CPM വിജയമല്ല, രാഷ്ട്രീയമായിട്ടല്ല ആരാണെങ്കിലും എതിർക്കുന്നത് എന്ന് അദ്ദേഹം പറയുമ്പോൾ തന്നെയും എതിർപ്പ് പ്രകടമായിട്ട്, അല്ലെങ്കിൽ പുറത്തേക്കത് അങ്ങനെ രാഷ്ട്രീയമായ എതിർപ്പ് അവർ പ്രകടിപ്പിക്കുന്നതായി കാണുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ്സിന് അത്തരത്തിലുള്ളൊരു വലിയ എതിർപ്പ് RSSനോടില്ല എന്ന് ഈ CPMകാർ പറയുന്നത് എത്രത്തോളം വസ്തുതയാണ്? സനീഷ്, ആദ്യമായി ഞാൻ ഒന്ന് പറയട്ടെ, എ കെ ആന്റണി അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല. സനീഷ് നേരത്തെ സംസാരിച്ച കൂട്ടത്തിൽ സനീഷിൻ്റെതായ രീതിയിൽ അത് പറഞ്ഞു, അത് ശരിയല്ല. പിണറായി വിജയൻ അത് അവിടെ ഞങ്ങളില്ലാത്ത നേരത്താണ് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിണറായി വിജയൻ RSSനെതിരെ പറയുന്ന സമയത്ത് രാജേട്ടൻ ആ സഭയിലുണ്ടായിരുന്നു. അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് ഇറങ്ങിപ്പോകുന്ന മുമ്പ് രാജേട്ടൻ അവിടെ സംസാരിച്ചു. അപ്പോഴൊന്നും രാജഗോപാൽ പിണറായി വിജയനെ വെല്ലുവിളിച്ചായി കണ്ടില്ല. പിന്നീട് പത്രസമ്മേളനം നടത്താൻ ഞാൻ കണ്ടില്ല. ഇവിടെ ഈ ചർച്ചയിൽ വളരെ രസകരമാണ്. ഷംസീറും രമേശും തമിഴ് സിനിമയിലെ സെന്തിലും കൗണ്ടമണിയും തല്ലൂടുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഇവിടെ MM മണി എന്ന് പറയുന്ന മന്ത്രി ഇതേപോലെ സുരേന്ദ്രൻ നടത്തിയ പ്രസംഗം പോലെ കേസിൽ പ്രതിയായി അദ്ദേഹം ഒഴിവാക്കണമെന്ന് പറഞ്ഞ് ഹർജി കൊടുത്തു. വീണ്ടും അദ്ദേഹം പ്രതിയായി നിൽക്കുന്ന ഒരു സാഹചര്യം നിൽക്കാൻ സനീഷ് പറഞ്ഞൊരു കാര്യത്തിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ രാജ്യത്ത് മഹാത്മാഗാന്ധിയെ കൊന്നത് RSS ആണ് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി പറയുകയും രാഹുൽ ഗാന്ധിക്കെതിരായി കേസ് കൊടുക്കുകയും രാഹുൽ ഗാന്ധി കോടതിയിൽ അത് ആവർത്തിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ഒരു സ്ഥലത്ത് മാറ്റി പറഞ്ഞില്ല. നമ്മൾ ശംസീർ സംസാരിക്കുമ്പോൾ ഞാൻ അല്ലല്ല, ഞാൻ അങ്ങനെ കയറി സംസാരിക്കുന്ന ഒരാളല്ല, എൻ്റെ ശീലവും അതല്ല. ഇവിടെ RSSനെതിരെ കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് അത്രയും രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുകയും ഞങ്ങൾ കേസിൽ പ്രതിയായി നിൽക്കുകയും ചെയ്യുകയാണ്. ഇവിടെ ഞാൻ വെല്ലുവിളി സംസാരിക്കുകയാണ്. ഇവിടെ സുരേന്ദ്രനെതിരായി കേസെടുക്കാൻ എന്തുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തു പോകുന്നത്? ആ സമയം ചിന്തിക്കേണ്ട പോലുമില്ല. ഇവിടെ അടിയന്തരമായും സുരേന്ദ്രനെതിരെ FIR ഇടണം. ഇവർ FIR ഇടില്ല. FIR ഇടാത്ത ഇവർ തമ്മിലുള്ള രഹസ്യ ധാരണയാണ്. ഇത് വളരെ ആസൂത്രിതമാണ്. ഇത് കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി പറയുകയാണ് ഇവിടെ സംസ്ഥാനത്ത് RSS ആയുധ പരിശീലനം നടക്കുന്നുണ്ട്, അതിന് നിയമം ഉണ്ടാക്കണം. ഈ നാട്ടിൽ നിയമമുണ്ട്. മുഖ്യമന്ത്രി അടിയന്തരമായും കേസെടുക്കണം. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ് കുറ്റക്കാരൻ. ഈ രാജ്യത്തൊരു കുറ്റകൃത്യം നടന്നിരിക്കുമ്പോൾ ആ കുറ്റകൃത്യം മനസ്സിലായിട്ട് അത് നടപടി സ്വീകരിക്കാതിരിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഇതിനകത്ത് കുറ്റവാളി. അല്ലാതെ അവിടെ കുറ്റം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് നിസ്സംഗനായി നോക്കി നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണോ കേരളത്തിന് ആവശ്യം? മുഖ്യമന്ത്രിക്ക് ഇതൊന്നും വിഷയമല്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വൈദ്യൻ ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല്, രോഗി ഇച്ഛിച്ചതും പാല്, രണ്ടുപേരുടെയും കാര്യം ഒന്നാണ്. ഇവിടെ കേരള സമൂഹത്തെ രണ്ട് ഭാഗങ്ങളാക്കി തിരിക്കുകയും അതിൻ്റെ ബെനിഫിഷ്യറീസായി ഗുണഭോക്താക്കളായി രണ്ട് ഭാഗക്കാരും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കേരളത്തിലെ നാട്ടുകാരെ പറ്റിക്കാൻ ഒരു കാരണവശാലും ഞാൻ തിരിച്ചു വരാം. താങ്കളേക്ക് ഞാൻ വരാം. ശ്രീ സണ്ണി കബിക്കാട്, എനിക്ക് ഈ ചർച്ചയിൽ ഇരുഭാഗത്തു നിന്നും എന്തുകൊണ്ട് RSS എതിർക്കപ്പെടണം എന്നതിന് വ്യക്തമായ സംഗതി കിട്ടിയിട്ടില്ല. കുറേ കാലമായിട്ട് അവർക്കെതിരെ ഗാന്ധിയെ കൊന്ന ആളുകളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ RSSകാരനാണ് എന്ന് പറയുന്ന ഒരാൾ തന്നെയാണ് പ്രധാനമന്ത്രിയായിരിക്കുകയും ചെയ്യുന്നത്. അവർ പറയുന്ന വോട്ടിൻ്റെ കണക്കുകളുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് RSS ഇമ്മട്ടിൽ എതിർക്കപ്പെടേണ്ടത്? ആ പുറത്തു ചെന്ന് കയ്യടി വാങ്ങാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം ഉപയോഗിക്കേണ്ടുന്ന ഒരു വലിയ വില്ലനായിട്ട് RSSനെ പ്രതിഷ്ഠിച്ചാൽ മതിയോ? രാഷ്ട്രീയമായിട്ട് എന്ത് കാരണങ്ങളാൽ RSS എതിർക്കപ്പെടണം? അത് ഇതുവരെ ആരും പറഞ്ഞു കേട്ടില്ല. തീർച്ചയായിട്ടും അത് വളരെ ഗൗരവമുള്ളൊരു ചോദ്യമാണ്. ഞാൻ പറയുന്നൊരു കാര്യം, രാഷ്ട്രീയ സ്വയം സേവക സംഘം രൂപീകരിക്കുമ്പോൾ തന്നെ അതിന് പ്രഖ്യാപിതമായൊരു നയമുണ്ട്. ഒരു ഹിന്ദു രാഷ്ട്രമായി ഇന്ത്യയെ പരിവർത്തനപ്പെടുത്തുക എന്നതാണ് അതിൻ്റെ നയമെന്ന് പറയുന്നത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഇത് നടത്തി വരുന്നത്. ഈ കാര്യത്തിൽ ഇന്ത്യ പോലെ വളരെ ബഹുസ്വരതയുള്ളൊരു സമൂഹത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി പരിവർത്തനപ്പെടുത്തുക എന്ന അജണ്ട തന്നെ തീർച്ചയായും ജനാധിപത്യ വിരുദ്ധമായൊരു കാര്യമാണ്. അതിൻ്റെ സ്വാഭാവികമായ പ്രതികരണം എന്നോണം RSSനെയും സംഘപരിവാറിനെയും വ്യത്യസ്തരായ ശക്തികൾ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളായിട്ട് മുസ്ലിങ്ങൾക്കെതിരെയും ദലിതർക്കെതിരെയും നിരന്തരമായ അതിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിന് നമ്മൾ സാക്ഷികളാണ്. അങ്ങനെ ഇന്ത്യയിലെ ദുർബല ജനവിഭാഗങ്ങളെയും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെയും ഈ രാഷ്ട്രത്തിനകത്ത് തന്നെ ശത്രുക്കളാക്കി മാറ്റുന്ന ഒരു രാഷ്ട്രീയം
എതിർക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ അത് ജനനന്മയ്ക്ക് വേണ്ടി ജനാധിപത്യത്തിൻ്റെ ഭാവിക്ക് വേണ്ടിയും എതിർക്കപ്പെടേണ്ടതുണ്ട്. ആ രാഷ്ട്രീയ ധാര ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്നതുകൊണ്ടാണ് അത് എതിർക്കപ്പെടുന്നത്. ഡോക്ടർ BR അംബേദ്കർ അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ വളരെ കൃത്യമായി പറഞ്ഞൊരു കാര്യം, ഇന്ത്യ ഒരു ഹിന്ദു ഭരണത്തിലേക്ക് വന്നാൽ അതൊരു ദുരന്തമായിരിക്കുമെന്ന് ഡോക്ടർ അംബേദ്കർ പറയുന്നുണ്ട്. ആ ദുരന്തത്തിനാണ് ഇപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നിരന്തരമായി നടക്കുന്ന ന്യൂനപക്ഷ വേട്ടയ്ക്കും നിരന്തരമായി നടക്കുന്ന ദളിത് വേട്ടയുടെയും യഥാർത്ഥ കാരണമെന്ന് പറയുന്നത് ഈ ഹിന്ദു രാഷ്ട്രമെന്നുള്ള ഒരു സങ്കല്പത്തിലേക്കുള്ള അതിൻ്റെ പോക്കാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇന്ത്യയിലെ വ്യത്യസ്തമായ ജനവിഭാഗങ്ങളുടെ നിലനിൽപ്പിൻ്റെയും ഇന്ത്യൻ സമൂഹത്തിൻ്റെ വ്യത്യസ്തതകളുടെ നിലനിൽപ്പിനെയും ജനാധിപത്യവാദികൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ ഏകമുഖമായൊരു ഹിന്ദു രാഷ്ട്രമായി ഇന്ത്യയെ പരിവർത്തനപ്പെടുത്താൻ പരിശ്രമിക്കുന്ന ഒരു ശക്തി എന്ന നിലയിലാണ് RSS വിമർശിക്കപ്പെടേണ്ടത് എന്ന രാഷ്ട്രീയമായി തന്നെ വിമർശിക്കപ്പെടേണ്ടതുണ്ട്. RSSനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിലേക്ക് പോയിട്ടുള്ള ജനവിഭാഗങ്ങൾ, കീഴാള ജനവിഭാഗങ്ങളെ ജനാധിപത്യ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് RSSനെ പോലെയുള്ള സംഘപരിവാർ ശക്തികളെ രാഷ്ട്രീയമായി നേരിടാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. താങ്കൾക്ക് അറിയാവുന്നതാണ് ശ്രീ എം ടി രമേശ്, താങ്കൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള വിമർശമാണിത്. താങ്കൾക്ക് അറിയാവുന്നതാണ് ഇതിനുള്ള മറുപടി. പക്ഷേ ഇപ്പോൾ ഈ ഹിന്ദു രാഷ്ട്രം, ഹിന്ദുസ്ഥാൻ എന്ന പേര് മുഖ്യമന്ത്രി പിണറായി വിജയന് വർഗീയമായി തോന്നുന്നെങ്കിൽ വിജയൻ എന്ന സ്വന്തം പേര് മാറ്റുകയാണ് വേണ്ടതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ പറയുന്നു. ഇന്നലത്തെ പ്രസംഗം ഞാൻ ഒന്നുകൂടെ കേട്ടു നോക്കിയപ്പോൾ അതിനകത്ത് പിണറായി വിജയൻ ഇപ്പറയുന്ന പോയിൻ്റാണ് മുന്നോട്ട് വെക്കുന്നത്. അതായത് ഹിന്ദു രാഷ്ട്രം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകണം എന്ന്, ഹിന്ദുസ്ഥാൻ എന്ന പേര് വേണം എന്ന് RSS ആവശ്യപ്പെട്ടപ്പോൾ കൂട്ടായ നിരവധിയായിട്ടുള്ള ചർച്ചകൾ നടന്നിട്ട് എല്ലാ രാഷ്ട്രീയ കക്ഷികളും പലതരം ആളുകളും ഈ പേരത് വേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. 1947 RSS അതിൻ്റെ മുഖപത്രത്തിൽ, ഓർഗനൈസറിൽ ഈ ആവശ്യം ഉന്നയിച്ച് എഴുതിയിരുന്നു. അതിനുശേഷം പതാക സംബന്ധിച്ചും അദ്ദേഹത്തിന് ഈ നിലപാടെടുത്തിരുന്നു. RSS രാഷ്ട്രവിരുദ്ധരാണ്, പിന്നെ മറ്റുള്ളവരെല്ലാം ചേർന്ന് കൺസീവ് ചെയ്ത ഒരു രാഷ്ട്രത്തിന് വിരുദ്ധമായിട്ട് ഹിന്ദുസ്ഥാനം, ഹിന്ദുവിൻ്റെ മാത്രം രാഷ്ട്രം എന്ന നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞതിനെയാണ് അദ്ദേഹം അവിടെ വിമർശവിധേയമാക്കുന്നത്. അതാണ് അതിനെ എതിർക്കേണ്ടത്. RSSനെ എതിർക്കേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റായിട്ട് കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും ഇനി അവരെ രണ്ടുപേരെയും എതിർക്കുന്ന ദളിത് സംഘടനകളുടെ ആളുകളാണെങ്കിലും കാണുന്നത്. ആ എതിർപ്പിനോടുള്ള മറുപടി എന്താണ് നിങ്ങൾക്ക്? ഞാൻ സനീഷ് ചോദിച്ച ചോദ്യത്തിലേക്ക് ഒന്ന് വരാം. എനിക്ക് കുറച്ച് സമയം തന്നാൽ മതി, പെട്ടെന്ന് തീർക്കാം. ഒന്ന്, RSS എതിർക്കപ്പെടേണ്ടതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ഒന്ന്, ന്യൂനപക്ഷങ്ങളും ദളിതന്മാരും വേട്ടയാടപ്പെടുന്നു എന്നുള്ളതാണല്ലോ. എവിടെയാണ് RSS ദളിത് സമൂഹത്തെ വേട്ടയാടിയിട്ടുള്ളത്? ദളിത് സംഘടനകൾ RSSനെ എതിർക്കുന്നവരുണ്ടാകാം. എതിർക്കുന്ന ദളിത് സംഘടനയുടെ 10 ഇരട്ടി ദളിത് സംഘടനകൾ RSSനെ അനുകൂലിക്കുന്നുമുണ്ട്. RSS പ്രവർത്തിക്കുന്ന മേഖലകളിൽ, ഇന്ത്യയിലെ ദളിത് മേഖലകൾ, വനവാസി മേഖലകൾ ആർക്കാണ് സ്വാധീനമുള്ളത്? വനവാസി, ആദിവാസി, ദളിത് വിഭാഗങ്ങളെ വേട്ടയാടുന്ന സംഘടനയാണ് RSS എങ്കിൽ അവർക്കിടയിൽ എങ്ങനെയാണ് RSSന് സ്വാധീനമുണ്ടാക്കാൻ സാധിക്കുക? BJPയിലേക്ക് വരും നിങ്ങൾ. ഏത് പാർട്ടിക്കാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ടികജാതി MLA-മാരും പട്ടികവർഗ MLA-മാരും MP-മാരും ഉള്ളത്? നിങ്ങൾ പറയുമ്പോൾ ഞങ്ങളിപ്പോൾ ഭരിക്കുന്ന പാർട്ടി, ഞങ്ങൾ പ്രതിപക്ഷത്തുള്ള സമയത്ത് പോലും 10 വർഷം UPA രാജ്യം ഭരിച്ചപ്പോഴും അന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഏറ്റവും കൂടുതൽ SC MP-മാരും ST MP-മാരും ഉള്ള പാർട്ടി BJP-ആണ്. അന്നും ഏറ്റവും കൂടുതൽ ST MLA-മാരുള്ള പാർട്ടി BJP-ആണ്. ഞങ്ങൾക്ക് എങ്ങനെയാണ് ആദിവാസി ദളിത് മേഖലയിൽ സ്വാധീനം ഉറപ്പിക്കാൻ സാധിക്കുക? അപ്പോൾ ഈ പ്രചരണം തെറ്റാണ് എന്ന് വ്യക്തമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, UP തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ഭൂരിപക്ഷ സ്ഥലങ്ങളിൽ ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ 50%, 60% വോട്ട് BJPക്ക് കിട്ടിയാൽ അതിൻ്റെ അർത്ഥം മുസ്ലിം ജനസമൂഹം BJPക്ക് വോട്ട് ചെയ്തു എന്നാണല്ലോ. അത് നമുക്ക് മനസ്സിലാക്കണമല്ലോ. എങ്ങനെയാണ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ BJPക്ക് വോട്ട് കിട്ടിയിട്ടുള്ളത് എന്ന് BJP മുസ്ലിം വേട്ട നടത്തുന്നത് എന്ന് ആലോചിക്കണം. മുസ്ലിം മഞ്ച് എന്ന് പറയുന്ന സംഘടന ഉത്തരേന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ മുസ്ലിം മഞ്ചിൽ പ്രവർത്തിക്കുന്ന ആളുകൾ RSSുമായി ചേർന്ന് പ്രവർത്തിക്കാൻ എങ്ങനെ തയ്യാറാകുന്നു എന്നുള്ളത് ഈ വിമർശകന്മാരായിട്ടുള്ള ആളുകൾ പഠിക്കട്ടെ, അവിടെ പോയി പഠിക്കട്ടെ. അപ്പോൾ ഈ വാദം തെറ്റാണ്. ആ വാദം തെറ്റല്ലേ ശ്രീ സണ്ണി കപ്പിക്കാട്? ഞാൻ തിരിച്ചു വരാം ശ്രീ എം ടി രമേശ്. ആ വാദം തെറ്റല്ലേ ശ്രീ സണ്ണി കപ്പിക്കാട്? നിങ്ങൾ പറയുന്നു CPM-കാർക്കകത്ത് വേണ്ട രാഷ്ട്രീയമായിട്ട് എതിർപ്പ് രേഖപ്പെടുത്താൻ. ഞാൻ തിരിച്ചു വരാം ശ്രീ രമേശ്, താങ്കളിലേക്ക്. താങ്കൾക്ക് തന്നെ വരാം. ഞാൻ വരാം, സമയം അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഒന്ന് പോയിട്ട് ശേഷം ഞാൻ തിരിച്ചു വരാം. ഞാനത് ഫുൾ സ്റ്റോപ്പ് ഇടാം. ശരി, ഞാനത് പൂർത്തിയാക്കാം. ശരി, തുടരും. ഞാൻ പൂർത്തിയാക്കാം സനീഷേ. ഞാൻ 1 മിനിറ്റ് കൊണ്ട് ഒറ്റ വാക്കുകൊണ്ട് പൂർത്തിയാക്കാം. ഹിന്ദുസ്ഥാൻ എന്ന വാക്കാണ് ഇപ്പോഴും എല്ലാവരും ഉപയോഗിക്കുന്നത്. അത് പിണറായി വിജയൻ ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇന്ത്യക്ക് വെളിയിലേക്ക് ആളുകൾ പോയാൽ ഹിന്ദുസ്ഥാൻ എന്നാണ് ഉപയോഗിക്കുന്നത്. അതിനോട് എന്തിനാണ് ഇത്ര അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ പ്രസംഗം ഒന്നുകൂടെ കേട്ടു. ഹിന്ദുസ്ഥാൻ പിണറായി പറഞ്ഞ ഹിന്ദുസ്ഥാൻ എന്ന വാക്ക്, നിങ്ങൾ ഹിന്ദു രാഷ്ട്രമാണ്, ഇവിടുത്തെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ പോകണം, കമ്മ്യൂണിസ്റ്റുകാരൊക്കെ,
അവരൊക്കെ ഇല്ലാത്ത ഹിന്ദു രാഷ്ട്രം, അതാണ് ഹിന്ദുസ്ഥാൻ. 947 ജൂലൈ മാസം 31 നിങ്ങളുടെ ഓർഗനൈസറുടെ എഡിറ്റോറിയൽ, ഞാൻ അത് ഒരുപാടുണ്ട് ഇംഗ്ലീഷിൽ, ഞാൻ വേണമെങ്കിൽ വായിക്കാം സമയം തരുമെങ്കിൽ. ഒരുപാടുണ്ട്. വളരെ ക്ലിയറായി നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ ട്രൈ-കളർ ത്രിവർണ്ണ പതാക അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. നിങ്ങൾ പകരം പറഞ്ഞത് ഈ രാജ്യത്തിൻ്റെ ദേശീയ പതാക ഭാഗ്വത് ധ്വജ് സാഫ്രാൻ ഫ്ലാഗ് ആയിരിക്കണം എന്നുള്ളതാണ്. അതാണ് നിങ്ങൾ ഈ രാജ്യത്തിനു വേണ്ടി ഒന്നും ചെയ്യാത്തവർ. ഇപ്പോൾ ബഡായി പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഈ രാജ്യത്തിനോട് എന്താ ചെയ്തത്? നിങ്ങൾ ഈ രാജ്യത്ത് ഒറ്റുകൊടുത്തവരാ. സ്വാതന്ത്ര്യ സമരത്ത് ഒറ്റുകൊടുത്ത ആളാണ് നിങ്ങളുടെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി. ആരായിരുന്നു? വീര സവർക്കർ. പോർട്ട് ബ്ലെയർ ജയിലിൽ മാപ്പ് എഴുതി പുറത്തു വന്ന ആളാ. ഈ രാജ്യം ഓരോ ഘട്ടത്തിനും പ്രതിസന്ധി നേരിട്ടപ്പം അന്ന് ഒറ്റുകൊടുത്ത പാരമ്പര്യമുള്ള നിങ്ങൾ പിന്നെ ഒന്ന് രണ്ട് കാര്യം ഇവിടെ നമ്മുടെ ചങ്ങാതി കുറേ സമയം പാലും കൊണ്ട് കളിക്കുകയാണ്. പാല് പതച്ച് പുറത്തു പണി നോക്കണം കേട്ടോ. നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് പറഞ്ഞ ആര് വിശ്വസിക്കാനാണില്ലേ? 990 അന്നിൽ മഞ്ചേശ്വരത്തും ബേപ്പൂരിലും ആരാ സഖ്യം ഉണ്ടാക്കി? ഇതൊക്കെ എന്നെ കൊണ്ട് പറയിക്കണോ? ഞങ്ങളെയും നിങ്ങളെയും ജനങ്ങൾക്കറിയാം. RSSുമായി ഓരോ ഘട്ടത്തിലും സഖ്യമുണ്ടാക്കിയതാണ് ആരാണെന്ന്. അനിലൊന്ന് ചരിത്രം നോക്ക്. ഇവിടെ RSSനെതിരെ നിലപാടെടുത്തവരെ ജയിച്ചിട്ടുള്ളൂ. മുരളീധരൻ ജയിച്ചു, കെ മുരളീധരൻ എന്താ വളരെ ശക്തമായ നിലപാട് RSSന് സ്വീകരിച്ചു. നിങ്ങൾ ധരിച്ചു വെക്കുന്നത് സോഫ്റ്റ് സ്റ്റാൻഡ് RSSന് സ്വീകരിച്ച് ജയിച്ചു വരുന്ന നിങ്ങളുടെ പാർട്ടിയിൽ തന്നെ RSSന് സ്റ്റാൻഡ് എടുത്ത പറവൂരിലെ സതീശനും മുരളീധരനും ജയിച്ചു. പലരും സോഫ്റ്റ് സ്റ്റാൻഡ് കളിച്ചു, അവരൊക്കെ തോറ്റു. നിങ്ങൾക്കിടയിൽ ഇപ്പോൾ പകുതി RSS നിങ്ങൾ 80-20 രാത്രി പലരും ആന്റണി പറഞ്ഞതുപോലെ RSSനോട് സോഫ്റ്റ് സ്റ്റാൻഡ്. അതുകൊണ്ട് ഞാനൊന്നേ പറയുന്നുള്ളൂ, നിങ്ങൾ ഇപ്പോഴും ഈ രാജ്യത്തിന്റെ മഹാദുരന്തമായ RSSനെ പറ്റി ഒരക്ഷരം മിണ്ടാൻ എന്റെ സുഹൃത്ത് അനിലിന് സാധിക്കുന്നില്ലല്ലോ. RSS ഈ രാജ്യത്തെ ഏറ്റവും മഹാദുരന്തമാണ്. മധു കുറെ നേരമായിട്ട് അവിടെ മധു RSS മഹാദുരന്തമാണ് എന്ന ഈ നിലപാടിനാണല്ലോ കൂടുതൽ ആധിപത്യം ലഭിക്കുന്നത് കേരളത്തിൽ. ശ്രീ മധു പൂർത്തിയാക്കണം. അല്ല ഞാനൊന്ന് പറയട്ടെ സനീഷേ. കാര്യങ്ങളുണ്ടല്ലോ. ഒന്ന് ഒരു നിമിഷം ശ്രീ രമേശ്, ഞാൻ തിരിച്ചു വരാം. ഇനി കൊടുക്കാൻ സമയമില്ല, അതുകൊണ്ടാണ്. ശ്രീ എൻ ആർ മധു താങ്കൾക്ക് പറയാം. അല്ലല്ല ഞാൻ പറയട്ടെ. ഞാൻ താങ്കളിലേക്ക് വരും, താങ്കൾക്ക് പറയാനുള്ള അവസരം നൽകും. ശ്രീ രമേശ്, ശ്രീ മധു, ശ്രീ ഷംസീർ ഒരു നിമിഷം. അല്ലല്ല എനിക്ക് തരണം. ഹലോ പറയൂ ശ്രീ മധു, സമയമില്ല. നിങ്ങൾ ഈ പറയുന്ന RSS ദുരന്തമാണ് എന്ന് ഇവർ പ്രചരിപ്പിക്കുന്ന ഈ സംഗതിയാണല്ലോ നാട്ടിൽ വിലപ്പോവുന്നത്. വോട്ട് നിങ്ങൾക്ക് ഒരാൾ മാത്രമല്ലേ ഉള്ളൂ ഇക്കാലമായിട്ടും. രാഷ്ട്രീയ സ്വയം സേവക സംഘം മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്നത് സാംസ്കാരിക ദേശീയതയുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഒരിക്കലും അതൊരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് അല്ല, മതാധിഷ്ഠിത രാഷ്ട്രമല്ല. ഇതിനെ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാണ് എന്ന് ചിത്രീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവശ്യമാണ്. പക്ഷെ അത് ഓർഗനൈസർ വായിച്ചിട്ടാണ്. ഓർഗനൈസറിൽ എഴുതിയത് 1947 ഓർഗനൈസറിൽ എഴുതി വെച്ചിരിക്കുന്ന സാധനം വെച്ചാണ് ഈ പറയുന്നത്. തെളിവില്ലാത്ത കാര്യങ്ങളല്ല. ഇവിടുത്തെ ഞാൻ ഓർഗനൈസർ നിൽക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഓർഗനൈസർ അവിടെ നിൽക്കട്ടെ. ഞാനിപ്പോ വർത്തമാന കാലത്തിലേക്ക് വരാം. അല്ല അത് വർത്തമാനകാലം MT രമേശിലേക്ക് പോയിക്കോളാം. വർത്തമാനകാലം ഞാൻ MT രമേശിലേക്ക് പോയിക്കോളാം. ഈ പറയുന്ന കാര്യം പറഞ്ഞത് ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ഇന്നും മുസ്ലിങ്ങൾ ധാരാളം പേര് വോട്ട് ചെയ്യുന്നു. MT രമേശും പറഞ്ഞല്ലോ, നിങ്ങൾ കേട്ടതല്ലേ. പിന്നെ ഇവിടുത്തെ ഈ മുസ്ലിങ്ങളുടെ മുഴുവൻ പുസ്തക സംരക്ഷണം ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കാണ് എന്ന് പറയുമ്പോൾ കേരളത്തിലെങ്കിലും അല്ലല്ല, നിങ്ങൾ കയറി അടക്കം സംസാരിക്കരുത്. നിങ്ങൾ ജനാധിപത്യത്തെ കുറിച്ച് പറയുകയും എനിക്ക് സംസാരിക്കാൻ അവസരം തരാതിരിക്കുകയും മുസ്ലിം വീടുകൾ ആക്രമിച്ചത് ഡിവൈഎഫ്ഐക്കാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുമാണ്. അരിയിൽ ഷുക്കൂറിനെ കൊന്നതാരാ? ഫസലിനെ കൊന്നതാരാ? നാദാപുരത്ത് അസ്ലം എന്ന് പറയുന്ന ലീഗ് പ്രവർത്തകനെ കൊന്നതാരാ? മൊത്തം പുസ്തക സംരക്ഷണം ഒന്നും ഏറ്റെടുക്കണ്ട. പിന്നെ ലോക തോൽവി, നിങ്ങൾ ലോക തോൽവിയാണ്. RSS ഭാരതത്തിലെ തോൽവിയൊന്നുമല്ല. ഞാൻ പറഞ്ഞു 50,000-ൽ പരം ശാഖകൾ നടക്കുന്ന സന്നദ്ധ സാമൂഹ്യ സംഘടനയാണ്. നിങ്ങൾക്ക് ഇവിടെ സാമൂഹ്യ മാറ്റത്തിന് എന്ത് ചെയ്യാൻ സാധിച്ചു? വെറുതെ ചാനൽ ചർച്ചകളിൽ നിന്ന് നുണ പറയരുത്. പ്രത്യേകിച്ച് സാമൂഹിക മാറ്റത്തിന് ഈ നാട്ടിലെ പിന്നോക്കക്കാരനും ദളിതനും അന്തസ്സോടെ തല ഉയർത്തി നടക്കാൻ സാധിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നവോത്ഥാന പ്രസ്ഥാനങ്ങളും നിങ്ങളുള്ളത് കൊണ്ടല്ല. നിങ്ങളൊരു പേര് പറഞ്ഞു, ഫസലിനെ കൊന്നതാരാ? നിങ്ങളുടെ കുപ്പി സുബീഷും നിങ്ങളുടെ ഷിനോജും കൊലപാതക സംഘത്തിന്റെ വിവരം ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് അതെന്നെ കൊണ്ട് പറയിക്കണ്ട. ഫസലെന്ന ചെറുപ്പക്കാരനെ വെട്ടിക്കൊന്ന സംഘമാണ് നിങ്ങൾ. മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയവരെ നിങ്ങൾ. അതുകൊണ്ട് കണക്കധികം പറയണ്ട. ഈ കേരളം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ വ്യത്യസ്തമായെങ്കിൽ ഈ കേരളത്തിന്റെ ആകാശത്ത് പാറിപ്പറന്ന ചെമ്പതാകയാണ്. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും സ്വാധീനമില്ലാത്തത് കൊണ്ടാണ് ദളിതന്മാരും പിന്നോക്കക്കാരും ഇപ്പോഴും പാട്ടിയാടപ്പെടുന്നത്. ഞങ്ങൾക്ക് സ്വാധീനമുണ്ടായാലും ഒരു സംശയം വേണ്ട. ഇന്ത്യയിലെ ദളിതർ തല ഉയർത്തി
ശ്രീ സണ്ണി കബിക്കാട്, എനിക്ക് താങ്കളിൽ നിന്ന് വേണ്ടത് ഈ പറയുന്ന ദളിത് സംരക്ഷണം ആരാണ് നടത്തിയത് എന്നതല്ല, മറിച്ച് ശ്രീ എൻ ആർ മധു, താങ്കൾ പറയുന്നത് ഇങ്ങോട്ട് കേൾക്കുന്നില്ല. ശ്രീ സണ്ണി കബിക്കാട്, എനിക്ക് വേണ്ടത് RSS ഇൻമട്ടിൽ കുറെ ദ്രോഹം പിടിച്ച സംഗതിയാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ദളിതുകൾക്കിടയിൽ അവർക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടുണ്ട്. ശ്രീ MT രമേശ് അക്കാര്യം പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവരെ രാഷ്ട്രീയമായിട്ട് എതിർക്കാനാവുന്നില്ല എന്ന് താങ്കൾ നേരത്തെ പറഞ്ഞു. കോൺഗ്രസിന് അവരെ രാഷ്ട്രീയമായിട്ട് എതിർക്കാനാവുന്നില്ല എന്ന് താങ്കൾ നേരത്തെ പറഞ്ഞു. ദളിതുകൾക്കിടക്കും ആദിവാസികൾക്കിടയിലും ഏറ്റവും വലിയ ശക്തി ഈ പറയുന്ന സംഘപരിവാര രാഷ്ട്രീയം തന്നെയാണ് എന്ന് ശ്രീ MT രമേശ് അവകാശപ്പെടുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങളെല്ലാവരും എതിർക്കുന്നു, സംഘപരിവാരം നാട്ടിലുണ്ട് വളരെ പ്രോമിനൻ്റ് ആയിട്ട്, അതെന്തുകൊണ്ടാണ്? അങ്ങനെ ഇതിൻ്റെ ഒരു വളരെ അതിന് കൃത്യമായ ഒരു മറുപടി അക്കാര്യത്തിലുണ്ട്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ നടക്കുന്ന അതിഭീകരമായിട്ട് ദളിതർക്കെതിരെയോ ആദിവാസികൾക്കെതിരെയോ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയോ നടത്തുന്ന ഒരാക്രമണവും RSSൻ്റെ ബാനറിലല്ല എന്ന് MD എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ ബാനർ പലപ്പോഴും ഹനുമാൻ സേനയെന്നോ ശ്രീരാമസേനയെന്നൊക്കെ ആയിരിക്കും. ഈ ആക്രമണം നടന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന സംഘപരിവാർ ശക്തികൾ അതിനെ ധാർമ്മികമായും രാഷ്ട്രീയമായും ന്യായീകരിക്കുന്നുണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഗുജറാത്ത് വർഷങ്ങളായി BJP ഭരിക്കുന്നൊരു സ്ഥലമാണ്. ഈ ഗുജറാത്തിലെ ആദിവാസികളും ഗുജറാത്തിലെ ദളിതരും BJPക്കൊപ്പമാണെന്ന് BJP അവകാശപ്പെടുന്നുണ്ട്. ആ ഗുജറാത്തിലാണ് ചത്ത പശുവിൻ്റെ തോലുരിഞ്ഞു എന്നുള്ള കാരണത്താൽ ദളിതർ ഹിന്ദുക്കളാൽ ആക്രമിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇവരുടെ കൂടെയാണ് ദളിതർ എന്നത് ഇവരുടെ ആക്രമണത്തെ ഒരിക്കലും പുറകോട്ട് വലിക്കുന്നില്ല. ഹരിയാന BJP ഭരിക്കുന്ന സ്ഥലമാണ്. അവിടുത്തെ പട്ടികാതിക്കാരും BJPക്കാരാണെന്ന് ഇവർക്ക് പറയാം. പക്ഷേ അവിടെ പിഞ്ചു കുട്ടികളെ ചുട്ടുകൊല്ലുന്ന സ്ഥിതിയിലാണ് ആ സംസ്ഥാനം നിൽക്കുന്നത്. ഞങ്ങൾ പറയുന്നൊരു കാര്യമാണ്, ഞങ്ങളുടെ കൂടെ ആൾ കൂടുതലുണ്ട്, അതുകൊണ്ട് ഞങ്ങളെ ആരും വിമർശിക്കേണ്ട എന്നുള്ള വാദം ആരും പറയേണ്ടതില്ല. പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, ഇവരുടെ ഒരു പ്രസ്ഥാനം എന്ന നിലക്ക് ഇവരുടെ അകത്ത് ദളിതരോ ആദിവാസികളോ ന്യൂനപക്ഷങ്ങളോ സുരക്ഷിതരല്ല എന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ വളരെ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങൾ നിശബ്ദരായി അവർക്ക് വേണേൽ വോട്ട് ചെയ്യുന്നുണ്ടോ? പേടിച്ചിട്ട്, ഭയപ്പെട്ടിട്ട്. അതല്ലാതെ സ്വതന്ത്രമായ ഒരു തെരഞ്ഞെടുപ്പാണെന്ന് നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ രാജ്യം ഭരിക്കുന്നുണ്ട് എന്നത് നിങ്ങൾ ഏറ്റവും കൊള്ളാവുന്ന സംഘടനയാണ്, സംഘമാണ് എന്നതിനുള്ള തെളിവല്ല. ശ്രീ MT രമേശ്, ഒരു മറുപടി അർഹിക്കാത്ത കാര്യമാണ്. എന്ത് ഭയപ്പെടുത്തി പോടും ഈ പറഞ്ഞ അദ്ദേഹം ഏത് ലോകത്ത് ജീവിക്കുന്ന ആളാണ്? ഞാൻ ചോദിക്കട്ടെ, ഒരു സ്ഥലത്ത് ആളുകൾ ആക്രമിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കിത് അവിടെ പോയി പറയരുത് എന്നാൽ ഈ ചാനൽ മുറിയിൽ ഇരുന്നല്ലോ പറയുന്നത്. നിങ്ങളെപ്പോലെയുള്ള ആളുകൾ പറഞ്ഞിട്ട് ആ ആളുകൾ വിശ്വസിക്കാത്തത് എന്തുകൊണ്ടാണ് വിശ്വസിക്കാത്തത്? അവർക്ക് അവരുടെ അനുഭവത്തിൽ അറിയാം ആരാണ് അവരെ സംരക്ഷിക്കുന്നത്. അവരുടെ കൂടെ ഉണ്ടുമുറങ്ങിയും അവരുടെ കിടപ്പായിൽ കൂടെ കിടന്നും ജീവിക്കുന്നവരാരാണ്? ആദിവാസി മേഖലയിലും ദളിത് മേഖലയിലും അവരുടെ വിദ്യാഭ്യാസപരമായ പ്രവർത്തനത്തിനും അവർക്ക് വീടുണ്ടാക്കി കൊടുക്കാനും അവർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കാനും അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും ആരാണ് പ്രവർത്തിക്കുന്നതെന്ന് അവിടെയുള്ള ആളുകൾക്ക് നല്ല അറിയാം. കേരളത്തിൽ ഈ ചാനൽ കയറിയിരുന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവിടെ പോയി പറയണം, അവിടെ പോയി പറയാൻ ഇവർക്ക് സാധിക്കില്ല. ഇതുവരെ അവിടെ പോയി പറഞ്ഞാൽ ആ കേൾക്കുന്ന ആളുകൾ ഇവരെ തിരിച്ചേക്കും, കാരണം അവരുടെ ജീവിതാനുഭവമാണ്. പിന്നെ ഹരിയാനയിലെയും ഗുജറാത്തിലെയൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ എന്തുകൊണ്ടാണ് കേരളത്തിലെ കാര്യം പറയാത്തത്? 7200 ദളിതർ പീഡിപ്പിക്കപ്പെട്ടു ഇന്ന് വാർത്തയുണ്ടല്ലോ. എന്താ അതിനെ കുറിച്ച് പറയാത്തത്? BJP ആണോ പീഡിപ്പിക്കുന്നത്? അല്ലല്ലോ, CPM അല്ലേ പലപ്പോഴും പ്രതിസ്ഥാനത്ത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഷംസീർ നേരത്തെ രാജ്യദ്രോഹത്തെ കുറിച്ച് പറഞ്ഞല്ലോ. എന്റെ ഷംസീറെ, ചരിത്രത്തെ വിസ്മരിക്കരുത്. നിങ്ങളൊരു ചരിത്ര വിദ്യാർത്ഥി കൂടിയല്ലേ, ചരിത്രത്തെ വിസ്മരിക്കരുത്. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റുകൊടുത്ത പാർട്ടി ഏതാ? ഞങ്ങളാണോ? നിങ്ങളുടെ പാർട്ടിയല്ലേ? സുഭാഷ് ചന്ദ്രബോസിനെ ജപ്പാൻകാരുടെ ചെറുക്കുന്നൊക്കെ ആക്ഷേപിച്ച പാർട്ടി ഞങ്ങളുടെ പാർട്ടിയാണോ? 47 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ ഇന്ത്യ സ്വതന്ത്രമായിട്ടില്ല, അത് ആപത്ത് 15 എന്ന് പറഞ്ഞ പാർട്ടി ഞങ്ങളുടെ പാർട്ടിയാണോ? നിങ്ങളുടെ പാർട്ടിയാണോ? ഈ രാജ്യം 17 രാഷ്ട്രങ്ങളാണ്. ഞങ്ങളുടെ പാർട്ടിയാണോ? മുദ്രാവാക്യം വിളിച്ചത് ഞങ്ങളുടെ പാർട്ടിയാണോ? ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് പോകാം. ഈ RSS എതിർക്കപ്പെടുന്നില്ല, എന്തുകൊണ്ട് എതിർക്കപ്പെടുന്നില്ല? നിങ്ങൾക്ക് ഞങ്ങൾ ഇരിക്കുന്നിടത്ത് വന്ന് എതിർക്കരുതോ എന്നാണ് MT രമേശ് ചോദിക്കുന്നത്, RSSന്റെ പക്ഷം ചോദിക്കുന്നത്. എതിർക്കുന്ന സ്ഥലത്താണെങ്കിൽ ആളുകൾ കേൾക്കാനുണ്ട്. സിദ്ധരാമയ്യ അവിടെ അവസരമൊരുക്കിയപ്പോൾ പിണറായി വിജയൻ വന്ന് RSSനെതിരായ കുറ്റപത്രം വായിച്ച് പോന്നു. ഇവിടെ നിയമസഭയ്ക്കകത്ത് നിയമപരമായ നടപടികൾ എടുക്കാൻ പറ്റുമോ എന്ന് അദ്ദേഹം ആലോചിക്കുന്നെന്ന് ഇന്ന് സഭയ്ക്കകത്ത് പറഞ്ഞു. എന്ന് വെച്ചാൽ ശക്തമായ നിലപാടുകൾ എടുക്കുന്ന ഇടങ്ങളിൽ RSS പിന്നോട്ട് പോകുന്നുണ്ട്. കേരളത്തിലാണെങ്കിലും കർണാടകയിൽ ആ അവസരം ഒരുക്കി കൊടുത്തപ്പോൾ ആളുകൾ ആ രാഷ്ട്രീയം കേട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല എന്നതാണ്
മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വിമർശം. നിങ്ങൾ കേരളത്തിൽ അക്കാര്യം ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണത്? നിങ്ങൾക്ക് RSSനോട് അനുകൂല നിലപാടുണ്ടോ? RSS ഈ ഷംസീറും പിണറായി വിജയനും അടക്കമുള്ള ആളുകൾ പറയുന്നത് അത്രയ്ക്ക് എതിർക്കപ്പെടേണ്ടുന്ന കക്ഷികളല്ല എന്ന നിലപാട് നിങ്ങൾക്കുണ്ടോ? ഇവിടെ വളരെ രസകരമാണ്. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ആളും സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ ആളും ഈ സംസ്ഥാനത്ത് ഈ രാജ്യത്തും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഇത് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മഹാത്മാഗാന്ധിയെ കൊന്ന RSSകാരൻ എൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് ഇരിക്കുന്ന BJPയും അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുക്കുകയും പിന്നെ ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റുകൊടുക്കുകയും സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ദേശീയ പതാക താഴ്ത്തിക്കെട്ടുകയും ചെയ്ത CPMഉം CPIയും തുടങ്ങിയ ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവരാണ് ഈ രാജ്യത്തെ സംരക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നത് എന്നാണ് ഇവർ പറഞ്ഞു കൊടുക്കുന്നത്. വളരെ വളരെ രസകരമായ കാര്യമാണ്. ഇതിനകത്ത് ഇവർ രണ്ടുപേരും ഒരു ഡ്രസ്സിംഗ് റൂമിൽ ഇരുന്ന് മുടി ചീന്തി പൗഡർ ഇട്ട് വന്ന് ഇവിടെ ഇരുന്ന് ഈ പ്രേമം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു തർക്കം ഈ കാര്യത്തിലില്ല. ഇവർ രണ്ടുപേരും ഇത് ഭാഗം വെച്ചുകൊണ്ടിരിക്കുകയാണ്. തങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു സംശയവുമില്ല. ഇവിടെ ആദ്യം നിരോധിക്കേണ്ടത് RSS ആണോ, ആദ്യം നിരോധിക്കേണ്ടത് CPM ആണോ എന്ന തർക്കം മാത്രമാണ്. ഇവർ രണ്ടുപേരും ഭീകര സംഘടനയാണ്. രണ്ടുപേരും നിരോധിക്കേണ്ടത് ആദ്യം ആര് എന്ന തർക്കമാണ് ഇവിടെ ഉള്ളത്. വളരെ നന്ദി ശ്രീ അനിലക്കര, ശ്രീ MT രമേശ്, ശ്രീ NR മധു, ശ്രീ AN ഷംസീർ, ശ്രീ സണ്ണി M കബിക്കാട് ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ട് RSSനെതിരായ നിലപാടെടുക്കും, നടപടികളെടുക്കും. RSS ആയുധ പരിശീലനം നടത്തുന്നുണ്ട്. അതിൽ നിയമപരമായിട്ട് എങ്ങനെ തടയാനാകും എന്നാണ് ഇന്ന് നിയമസഭയ്ക്കകത്ത് മുഖ്യമന്ത്രി പറഞ്ഞത്. സഭയ്ക്കകത്തേക്ക് കൂടെ RSS വിമർശനം എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത. അതുകൊണ്ടാണ് ഈ ചർച്ചയിലേക്ക് കാര്യങ്ങളെത്തിയത്. പ്രധാന വാർത്തകളിലേക്ക് വീണ്ടും. RSSനെ നിയമസഭയിലും രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി. ശാഖകളിലെ ആയുധ പരിശീലനം തടയാൻ നിയമനിർമ്മാണം പരിഗണനയിൽ. K. സുരേന്ദ്രന്റെ വിവാദ പ്രസംഗത്തിൽ നിയമ നടപടി പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി. പിണറായി ചരിത്രം പഠിക്കണമെന്ന് കുമ്മനം രാജശേഖരൻ. നടിയെ ആക്രമിച്ച സംഭവത്തിൽ ഗൂഢാലോചനയും അന്വേഷണ പരിധിയിൽ. എല്ലാ ആരോപണങ്ങളും അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി. കേസ് അട്ടിമറിക്കാൻ ശ്രമമെന്ന് പ്രതിപക്ഷം. സ്ത്രീ സുരക്ഷയെ ചൊല്ലി നിയമസഭയിൽ ബഹളവും ഇറങ്ങിപ്പോകും. പൾസർ സുനിയുമായി വാഗമണ്ണിൽ പോലീസിന്റെ തെളിവെടുപ്പ്. സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രചാരണത്തിനെതിരെ സുനിതാ കൃഷ്ണൻ സുപ്രീം കോടതിയിൽ. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി വീണ്ടും അധികാരത്തിലെത്തുമെന്ന് അഖിലേഷ് യാദവ്. സമാജ്വാദി കോൺഗ്രസ് സഖ്യം 300-ലധികം സീറ്റ് നേടും. UP-യിൽ മോദി തരംഗമില്ല. ലക്നൌ മെട്രോ വേഗം പൂർത്തീകരിച്ച E. ശ്രീധരന് നന്ദിയെന്നും അഖിലേഷ് ന്യൂസ് 18നോട്. 5ാം ഘട്ടത്തിൽ ഉത്തർപ്രദേശിൽ 60% പോളിംഗ്. ഫേസ്ബുക്കിലൂടെ പ്രതിഷേധിച്ച പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുമെന്ന ഭീഷണിയുമായി ABVP. ഭീഷണി കാർഗിൽ രക്തസാക്ഷിയുടെ മകൾക്കെതിരെ. ക്രിമിനൽ നടപടിയെടുക്കണമെന്ന് ഡൽഹി വനിതാ കമ്മീഷൻ. PC ജോർജ് മർദ്ദിച്ചെന്ന് MLA ഹോസ്റ്റൽ ക്യാൻറ്റീൻ ജീവനക്കാരൻ. മർദ്ദിച്ചത് ഉച്ചഭക്ഷണം വൈകിയെന്നാരോപിച്ച് മ്യൂസിയം പോലീസ് കേസെടുത്തു. ആരോപണം അടിസ്ഥാനരഹിതമെന്ന് PC ജോർജ്. ജോർജിൻ്റേത് ക്രിമിനൽ നടപടിയെന്ന് സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ. ട്രംപ് നയങ്ങളുടെ വിമർശവേദിയായി ഓസ്കർ പ്രഖ്യാപന വേദി. ട്രംപിനെ പരിഹസിച്ച് അവതാരകൻ ജിമ്മി കെമ്മൽ. വരാതിരുന്ന് വിമർശിച്ച് അസ്ഗർ ഫർഹാദി. മൂൺലൈറ്റ് മികച്ച ചിത്രം. KC അഫ്ലക് നടൻ. എമ്മ സ്റ്റോൺ നടി. ലാലാ ലാൻഡിന് 6 അവാർഡുകൾ.